മാർത്തോമാ ശ്ലീഹായുടെ ധീരരക്തസാക്ഷിത്വത്തിൻ്റെ തുഹറാന നാം സാഘോഷം കൊണ്ടാടുകയാണ്. സിറോ മലബാർ സഭയുടെ ആസ്ഥാന കാര്യാലയം തറവാട്ട് വീടായ മൗണ്ട് സെൻറ്റ് തോമസിലെ നമ്മൾ ഒന്നിച്ചു കൂടിയിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് ഏറെ കടപ്പാടും കൃതജ്ഞതയും ഉണ്ട്. ദൈവത്തിൻ്റെ നടത്തിപ്പിനെ ഓർത്ത്, ദൈവം വഴി തുറക്കുന്നതിനെ ഓർത്ത്, മുന്നോട്ട് നയിക്കുന്നതിനെ ഓർത്ത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീട്ടുപേര് മാർത്തോമാ ക്രിസ്ത്യാനികളെന്നാണ്. ഒരുപക്ഷെ മെഡിലിക്കോട്ട് മെത്രാനിച്ചൻ തോമസ് ലീഹായെക്കുറിച്ചും ഏക്സർ തോമസിനെ കുറിച്ചും ഏറ്റവും കൂടുതൽ പഠിച്ച ഒരു മഹാപണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നു, സ്വന്തം പേരിനോട് അപ്പസ്തോലൻ്റെ പേര് വീട്ടുപേരായിട്ട് കൂട്ടിച്ചേർത്ത ഒരേ ഒരു സമൂഹം മാത്രമേ ചരിത്രത്തിലുള്ളൂ. അത് നമ്മളാണ്, മാർത്തോമാ ക്രിസ്ത്യാനികളാണ്. നമ്മുടെ പുണ്യപിതാവിൻ്റെ പാവന സ്മരണയ്ക്ക് മുൻപിലെ ഒരുപാട് തൊഴുകൈകളോടും കൃതജ്ഞതയോടും കൂടെ നമുക്ക് പ്രണമിക്കാം. അപ്പസ്തോലനെ നമ്മുടെ നാട്ടിലേക്ക് നമ്മെ സുവിശേഷം അറിയിക്കാനായിട്ട് അയച്ച ദൈവത്തിൻ്റെ അനന്ത പരിപാലനയ്ക്ക് കടപ്പാടോടെ കൃതജ്ഞതയോടെ നമുക്ക് കരങ്ങൾ കൂപ്പിയിട്ട് നന്ദി പറയാം. തോമ എന്ന പേര് ഉത്ഭവിക്കുന്ന അറാമായ ഭാഷയിൽ നിന്നാണ്. തെഓമ എന്നാണ് ഈ പദത്തിൻ്റെ ശരിയായ പ്രയോഗം. തെഓമ പിന്നീട് തോമയായതാണ്. തെഓമ എന്ന വാക്കിൻ്റെ അർത്ഥം ഇരട്ട, അതിലൊന്ന് എന്നാണ്. അതുകൊണ്ട് തന്നെ പലരും പറയുന്നത് തോമസ് ലീഹ ഇരട്ട പെറ്റവരിൽ ഒരാളാണെന്നാണ്. തോമ പിന്നീട് ഗ്രീക്കിലേക്ക് ഭാഷാന്തരം ചെയ്തപ്പോൾ അതിൻ്റെ തർജ്ജമയാണ് ദിദിമോസ്. ദിദിമോസിൻ്റെ അർത്ഥവും ഇരട്ടകൾ, അതിലൊന്ന് എന്നാണ്. തോമസ് ലീഹ AD 52 കൊടുങ്ങല്ലൂരിലെ കപ്പലിറങ്ങുകയും പാലയൂരും കൊടുങ്ങല്ലൂരും കൊക്കമംഗലത്തും നിരണത്തും പറവൂരിലും നിലയ്ക്കലും കൊല്ലത്ത് പള്ളികൾ സ്ഥാപിച്ചു. അങ്ങനെ 7 സമ്പൂർണ്ണ പള്ളികളും തിരുവാങ്കോട് അരപ്പള്ളിയും സ്ഥാപിച്ചു എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. മലയാറ്റൂര് തോമസ് ലീഹയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിരുന്നു. തൻ്റെ ശ്ലൈഹിക വേലയ്ക്കിടയിലെ പ്രാർത്ഥിക്കാനും വിശ്രമിക്കാനും അദ്ദേഹം കണ്ടെത്തിയ സ്ഥലമാണ് മലയാറ്റൂര്. ഇന്നും മലയാറ്റൂര് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രാർത്ഥനാനുഭവം നൽകുന്ന നമ്മുടെ പിതാവിൻ്റെ പാദസ്പർശമേറ്റ പുണ്യഭൂമിയാണ്. കേരളത്തിലെ തൻ്റെ അപ്പസ്തോലിക പ്രവർത്തനങ്ങൾക്ക് ശേഷം അദ്ദേഹം തമിഴ്നാട്ടിലേക്ക്
കന്യാകുമാരി വഴി പോയെന്നാണ് വിശ്വാസത്തിലെ നമ്മൾ കരുതുന്നത്. മദ്രാസിലെ മൈലാപ്പൂര്, ചിന്നമല, ഇതൊക്കെ നമുക്ക് ഓർമ്മയുള്ള സ്ഥലങ്ങളാണ്. ചിന്നമലയിൽ വെച്ച് അദ്ദേഹം ശത്രുക്കളാൽ വധിക്കപ്പെടുകയും മൈലാപ്പൂരെ ഖബറടക്കപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പുകൾ മധ്യശതകങ്ങളിലെ ഒർത്തോണയിലേക്ക് മാറ്റപ്പെടുകയും ഇന്നും അത് ഒർത്തോണയിൽ സൂക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. മേജർ ആർച്ച് ബിഷപ്പായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഞാൻ ഒർത്തോണയിലെ നമ്മുടെ വന്യപിതാവിൻ്റെ തിരുശേഷിപ്പുകൾ കണ്ടു വണങ്ങുന്നതിനായി പോകാൻ ദൈവം അവസരമൊരുക്കിയത് നന്ദിയോടുകൂടെ ഞാൻ ഓർക്കുന്നു. ഒർത്തോണയിൽ നിന്ന് കാർഡിനൽ ടിസ്രാൻഡിൻ്റെ പ്രത്യേക ഇടപെടൽ മൂലം നമുക്ക് നൽകപ്പെട്ട അദ്ദേഹത്തിൻ്റെ കരമാണ് കൊടുങ്ങല്ലൂരിലെ ഇന്ന് നമ്മൾ സൂക്ഷിക്കുന്നത്. കൊടുങ്ങല്ലൂരിലെ തോമസ് ലീഹായുടെ തിരുശേഷിപ്പ് നമുക്ക് ലഭിച്ചതിൽ വെച്ച് ഏറ്റവും മേജറായിട്ടുള്ള ഒരു റിലീക്കാണ്. തോമസ് ലീഹ സുവിശേഷത്തിലെ വളരെ പ്രകടമായിട്ട് 3 സ്ഥലങ്ങളിലെ സന്നിഹിതനാണ്. ആ 3ഉം യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് താനും. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, യോഹന്നാൻ സുവിശേഷം വിരചിച്ചത് വളരെ ദൈവശാസ്ത്രപരമായിട്ടാണ്. സിനോപ്റ്റിക് ഗോസ്പൽസ് എല്ലാം തന്നെ കർത്താവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നടത്തുന്ന വിവരണങ്ങളാണ്, അത്ഭുതങ്ങൾ, സൗഖ്യങ്ങൾ. എന്നാൽ യോഹന്നാൻ ഈശോ കർത്താവ് ദൈവവുമാണെന്ന് തെളിയിക്കാൻ നടത്തുന്ന പരിശ്രമമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ തോമസ് ലീഹ കാണുന്ന രംഗങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് അദ്ദേഹത്തെ നമ്മൾ കണ്ടുമുട്ടുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദൈവശാസ്ത്ര ചിന്തകൾ വെച്ച് നോക്കുമ്പോൾ ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ പ്രകടമായ സാന്നിധ്യം യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 20-ാമത്തെ അധ്യായത്തിലെ 28-ാമത്തെ വചനമാണ്. കർത്താവ് ഉത്ഥാനത്തിന് ശേഷം പുതുഞായറാഴ്ച തോമായ്ക്ക് വേണ്ടി വീണ്ടും വന്നെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് തോമസ് ലീഹായുടെ തിരുനാൾ പുതുഞായറാഴ്ച ആഘോഷിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമ ഇല്ലായിരുന്നു. വന്നപ്പോൾ തോമ പറഞ്ഞു, നിങ്ങൾ ആര് പറഞ്ഞാലും ഞാൻ സമ്മതിക്കുകയില്ല, എനിക്ക് അവൻ്റെ വിലാവും അവൻ്റെ ആണിപ്പാടുകളും കാണണം. തോമായ്ക്ക് വേണ്ടി ഒരാഴ്ചയ്ക്ക് ശേഷം കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. എത്ര ഹൃദ്യമായിട്ടാണ് കർത്താവ് തോമയെ വിളിക്കും, തോമ വരിക, നീ എൻ്റെ വിലാവ് കാണുക, എൻ്റെ കരപ്പാടുകൾ വീക്ഷിക്കുക. ഒരുപക്ഷെ സുവിശേഷത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള വിശ്വാസ പ്രഖ്യാപനം അവിടെയാണ്, മൈ ലോർഡ് മൈ ഗോഡ്. അതിൽ വിട്ട് ഒരു വിശ്വാസ പ്രഖ്യാപനം കർത്താവിൻ്റെ രക്ഷാകര ദൗത്യത്തിൽ വേറെയില്ല. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഒരുപക്ഷെ നമ്മൾ കടന്നു പോകുന്ന എല്ലാ പ്രതിസന്ധികളിലും കർത്താവിൻ്റെ ആണിപ്പാടുകളിലുള്ള നമ്മുടെ കൂട്ടുപങ്കാളിത്തം, നമ്മുടെ കർത്താവിൻ്റെ തിരുമുറിവുകളാണ് നമ്മുടെ സഹനങ്ങളുടെ മുഴുവൻ വില നിശ്ചയിക്കുന്നത്, അത് വിലപ്പെട്ടതാക്കുന്നതിനുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. തോമസ് ലീഹായെ കണ്ടുമുട്ടുന്ന യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 2-ാമത്തെ സന്ദർഭം 11-ാമത്തെ അധ്യായത്തിലെ 16-ാമത്തെ വചനമാണ്. കർത്താവ് പറഞ്ഞു, നമുക്ക് ജെറൂസലേമിലേക്ക് പോകണം. ജെറൂസലേമിൻ്റെ രാഷ്ട്രീയ സ്ഥിതികളും മതപരമായിട്ടുള്ള അവസ്ഥകളും കൃത്യമായിട്ടറിയാവുന്ന പത്രോസും
ആന്ത്രയോസും യാക്കോബും ഒക്കെ പറഞ്ഞു, ബുദ്ധിയല്ല, വിവേകമല്ല, നിനക്ക് ഒരുപാട് ശത്രുക്കളുള്ള ഒരു സ്ഥലമാണ്, നിന്നെ കാത്തിരിക്കുകയാണ്, നീ അങ്ങോട്ട് പോയാൽ അപകടമുണ്ട്, ഒഴിഞ്ഞു മാറുന്നതാണ് ബുദ്ധി എന്ന് ശിഷ്യന്മാരെ ഉപദേശിച്ചപ്പോൾ വ്യത്യസ്തമായിട്ട് സംസാരിക്കാൻ ചങ്കൂറ്റം കാണിച്ച ഒരാളാണ് നമ്മുടെ പിതാവ്. പിതാവ് പറഞ്ഞ എന്താണ്? ലെറ്റ് us go and die with him. ഒരുപക്ഷെ തോമസ് ലീഹായുടെ ഈ ചങ്കൂറ്റം ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, സിറോ മലബാർ സഭയിൽ നിന്ന് എന്തുകൊണ്ട് ഇത്രയധികം മിഷണറിമാരുണ്ടായി? റീത്ത് നോക്കാതെ, രാജ്യം നോക്കാതെ, കാലാവസ്ഥ നോക്കാതെ എന്തുമാത്രം മിഷണറിമാര് നമ്മുടെ സഭയിൽ നിന്ന് ഇന്ത്യയിലും ഇന്ത്യക്കപ്പുറത്തും പ്രവർത്തിക്കുന്നു. അത് നമ്മുടെ പിതാവിൻ്റെ ചങ്കൂറ്റത്തിൻ്റെ തറവാട്ട് സ്വത്താണ്. നമുക്ക് അവൻ്റെ കൂടെ പോയി മരിക്കാം. ലെറ്റ് us go and die with him. തോമസ് ലീഹായെ നമ്മൾ മൂന്നാമത് കണ്ടുമുട്ടുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാമത്തെ അധ്യായത്തിലെ 6-ാമത്തെ വചനത്തിലാണ്. കർത്താവ് തൻ്റെ യാത്രയെക്കുറിച്ച് പറഞ്ഞപ്പോൾ സ്വർഗത്തിലെ പിതാവിൻ്റെ പക്കലേക്കുള്ള യാത്ര, അതേക്കുറിച്ച് ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ അവർക്കൊന്നും മനസ്സിലായില്ല. ആർക്കും ചോദിക്കാൻ ധൈര്യമില്ലായിരുന്നു. തോമസ് ലീഹ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നീ എങ്ങോട്ടാണ് പോകുന്നത്? അങ്ങോട്ടുള്ള വഴി എവിടെയാണ്? ഞങ്ങൾക്ക് എങ്ങനെയാണ് അവിടെ വരാൻ കഴിയുക? കർത്താവ് കൊടുക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു മറുപടിയുണ്ട്. അത് സുവിശേഷത്തിലെ സ്വർഗരാജ്യത്തിൻ്റെ വഴിയാണ്. തോമാ, ഐ ആം ദ വേ, ഐ ആം ദ ട്രൂത്ത്, ഐ ആം ദ ലൈഫ്. തോമാ, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. ഒരുപക്ഷെ നമ്മെ മാർഗവാസികൾ എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം അതുതന്നെയാണ്. മാർഗം കണ്ടെത്തിയവരെ, അപ്പസ്തോലൻ തന്ന മാർഗത്തിലൂടെ വഴിതെറ്റാതെ ചരിച്ചവരെ. അപ്പസ്തോലൻ്റെ തുകറാന കൊണ്ടാടുമ്പോൾ ഞാൻ നിങ്ങളോടൊക്കെ പറയും, പ്രതിസന്ധികളെ നിങ്ങൾ ചക്രവാളങ്ങളാക്കണം. ബുദ്ധിമുട്ടുകളെ നിങ്ങൾ കാൽവരിയിലെ ഉത്ഥാനത്തിലേക്ക് നോക്കി വ്യാഖ്യാനിക്കണം. കർത്താവ് നമുക്ക് മുമ്പിലെ തുറന്ന വഴി അത് കുരിശിൻ്റെ വഴിയാണ്. നമുക്ക് മുൻപിൽ ഉയർത്തിയ പതാക അത് ഉത്ഥാനത്തിൻ്റെ പതാകയാണ്. ഒരിക്കലും അതുകൊണ്ട് തന്നെ ഒന്നിനെക്കുറിച്ചും അസ്വസ്ഥതപ്പെടാതെ കർത്താവിലെ കരം ചേർത്ത് അപ്പസ്തോലൻ തൊട്ടാണിപ്പാടുകളിലെ നമ്മുടെ കരം തൊട്ട് കർത്താവിൻ്റെ രക്തത്തിൻ്റെ കറ നമ്മുടെ വിശ്വാസത്തിൻ്റെ തിരിശേഷിപ്പായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ധാരാളം ദൈവവിളികൾ ഉണ്ടാകണം. ഇന്ത്യ മുഴുവനും നമുക്ക് തുറന്നു. ഇന്ന് ഇന്ത്യക്കപ്പുറത്തേക്കും നമ്മെ ക്ഷണിക്കുന്നു. മാർപ്പാപ്പ ഗൾഫിലേക്ക് നമുക്ക് താക്കോല് തന്നിരിക്കുകയാണ്. പ്രതിസന്ധികൾ നമ്മളെ തളർത്തരുത്. പ്രതിസന്ധികൾ കാൽവരിയിലേക്കും ഉത്ഥാനത്തിലേക്കുമുള്ള നമ്മുടെ ക്ഷണക്കത്തായിട്ട് നമുക്ക് കൈക്കൊള്ളാം. നിങ്ങൾ ഇന്നത്തെ ദിവസം ഇവിടെ വന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. നമ്മളൊരു കുടുംബമാണ്, നമ്മളൊരു തറവാടാണ്, നമ്മളൊരു വീടാണ്. നമുക്കൊന്നിച്ച് നമ്മുടെ പിതാവിൻ്റെ ഓർമ്മ കൊണ്ടാടുമ്പോൾ പിതാവ് നമുക്ക് നൽകിയിട്ടുള്ള ഈ വലിയ വിശ്വാസത്തിൻ്റെ തറവാട്ട് സ്വത്ത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും, നമ്മുടെ എല്ലാ സന്യാസ സമൂഹങ്ങളെയും
നമ്മുടെ എല്ലാ സെമിനാരികളെയും പരിശീല ഭവനങ്ങളെയും നമ്മുടെ എല്ലാ സംഘടനകളെയും അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളെയും അപ്പസ്തോലൻ്റെ മാധ്യസ്ഥത്തിന് സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.